തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഭർതൃവീട്ടിൽ ഗർഭിണി ജീവനൊടുക്കി. വെള്ളാങ്ങല്ലൂർ സ്വദേശി ഫസീലയാണ് മരിച്ചത്. ഭർതൃവീട്ടിലെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന ആരോപണം. രണ്ടാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് നൌഫൽ വയറിൽ ചവിട്ടിയെന്നും കൈ തിരിച്ച് ഒടിച്ചു എന്നും ഫസീലയുടെ വാട്സാപ്പ് മെസ്സേജ്. ഭർത്താവ് നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, ഒരു ഗർഭിണിയാണ് ജീവനൊടുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഭർതൃപീഡനവുമായി ബന്ധപ്പെട്ട തെളിവുകളും വാട്സാപ്പ് ചാറ്റുകളിൽ നിന്ന് ലഭിക്കുകയാണ്. എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന കൂടുതൽ വിവരങ്ങൾ? പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? ലക്ഷ്മി, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇരിങ്ങാലക്കുട സ്വദേശിയായ നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് ഭർത്തൃ വീട്ടിൽ ഇത്തരത്തിൽ ജീവനെടുക്കാൻ ശ്രമം നടത്തിയത്. ആത്മഹത്യാ ശ്രമമായിരുന്നു. ബന്ധുക്കൾ കണ്ട് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. വീടിന്റെ ടെറസിന് മുകളിൽ നിന്നാണ് തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തിയത് യുവതി. പക്ഷേ ബന്ധുക്കൾ കണ്ട് ഇവരെ കെട്ടഴിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ച ഫസീല സ്വന്തം വീട്ടുകാർക്ക് അയച്ച വാട്സാപ്പ് സന്ദേശത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭർത്തൃ വീട്ടിൽ യുവതിക്ക് വലിയ പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിനോടകം ആരോപണം ഉയർന്നിരിക്കുന്നത്. രണ്ടാമതും യുവതി ഗർഭിണിയാണെന്നും നൌഫൽ തന്റെ വയറ്റിൽ ചവിട്ടിയെന്നും എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൌഫലിന്റെ കഴുത്തിന് പിടിച്ചു എന്നും നൌഫൽ നുണ പറഞ്ഞു. ഇവിടുത്തെ ഉമ്മ എന്നെ പിടിച്ചു തെറി വിളിച്ചു. ഇപ്പോൾ ഞാൻ മരിക്കുകയാണ്, എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും, അസ്സലാമു അലൈക്കും എന്നുള്ള മെസ്സേജ് അയച്ചതിന് ശേഷമാണ് ബന്ധുക്കളെ ഈ കാര്യത്തെക്കുറിച്ച് അറിയിക്കുന്നത്. എന്റെ കൈ നൌഫൽ പൊട്ടിച്ചെന്നും പക്ഷേ എന്നെ മോട്ടം ചെയ്യരുതെന്നും ഇത് എന്റെ അപേക്ഷയാണെന്നും ഈ അമ്മയ്ക്ക് അയച്ച മെസ്സേജിൽ പറയുന്നു. ഈ ഭർത്തൃ വീട്ടിലുണ്ടായ പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം യുവതിയുമായി ആശുപത്രിയിൽ എത്തുകയും അവിടെ കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുകയും ഇരു വീട്ടുകാരും തമ്മിൽ വാക്കേറ്റവും മറ്റും ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ നടന്ന തർക്കങ്ങൾക്കിടയിൽ കൊടുങ്ങല്ലൂർ പോലീസ് എത്തി നൌഫലിനെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് അവിടെ നിന്നും ഈ തർക്കങ്ങൾക്ക് ഉണ്ടാകാൻ ഇടയുള്ള സ്ഥലത്തു നിന്നും മാറ്റി ഇരിങ്ങാലക്കുട പോലീസിനെ കൈമാറുകയുമായിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് ഇപ്പോൾ നൌഫലിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവതിയുടെ മരണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇരിങ്ങാലക്കുട പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രഥമ ദൃഷ്ട്യാൽ ആത്മഹത്യ കുറ്റം ചുമത്തി അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെങ്കിലും ഈ ഭർത്താവിനടക്കം എതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം. ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് ധരിപ്പിക്കുന്നത്. ഇപ്പോൾ യുവതിയുടെ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് തീരുമാനമുള്ളത്. ഇപ്പോൾ വലിയ പ്രതിഷേധം തന്നെ ഈ സംഭവത്തിൽ യുവതിയുടെ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഭർത്തൃ വീട്ടിലെ പീഡനമാണ് ആരോപണമെന്ന് യുവതി ഉന്നയിച്ചതിന്റെ തെളിവുകൾ സഹിതം ഉയർത്തിക്കൊണ്ടാണ് അവർ പോലീസിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ കൃത്യമായൊരു അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് യുവതിയുടെ ബന്ധുക്കളും നാട്ടുകാരും അടക്കം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. ലെവിൻ, ഈ ആത്മഹത്യ എപ്പോഴാണ് നടന്നിരിക്കുന്നത്? ആത്മഹത്യ എന്ന കാര്യം ഉറപ്പിച്ചിട്ടുണ്ടോ? ഈ മെസ്സേജുകൾ എപ്പോഴാണ് ഫോണിലേക്ക് കിട്ടിയത് ഫസീലയുടെ ഉമ്മയുടെ? ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം. ഇരുവരും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞിട്ടുള്ള സംഭവം. ഈ വാക്കുതർക്കത്തിന് ശേഷം ഇരുവരും തമ്മിൽ യുവതിയെ ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്ന് അവരുടെ വാട്സാപ്പ് സന്ദേശത്തിൽ തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ കൈയടിച്ച് പൊട്ടിച്ചു എന്നും പറയുന്നു. ഇതിൽ മനംനൊന്താണ് യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ 10 വീട്ടിലെ മുകൾ നിരയിലെ ടെറസിൽ ആണ് യുവതി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ ഇവരെ കെട്ടഴിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ്. ഈ സംഭവങ്ങൾക്കിടയിൽ ചികിത്സയിലിരിക്കെയാണ് യുവതി മരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഏതായാലും ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? ഈ ഭർത്തൃ വീട്ടുകാർക്കെതിരെ പോലീസ് കേസ് ചുമത്തിയിട്ടുണ്ടോ? ഈ വാട്സാപ്പ് ചാറ്റുകൾ അടക്കമുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ ലെവിൻ? ലക്ഷ്മി, പോലീസ് ഇതിനോടകം തന്നെ കേസെടുത്തു. കൊടുങ്ങല്ലൂർ പോലീസ് ആയിരുന്നു ഈ പ്രശ്നമുണ്ടാകുന്ന സാഹചര്യത്തിൽ നൌഫലിനെ ആദ്യം കസ്റ്റഡിയിൽ എടുത്തതും മറ്റും. അതിനുശേഷം
ഈ സംഗതി വഷളാകുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവർ ഇരിങ്ങാലക്കുട പോലീസിന് ഇവരെ പ്രതിയെ കൈമാറുന്നത്. അതിനുശേഷം പ്രതിയെ ശരി. ഇപ്പോൾ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാവേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ ആ ബന്ധുക്കളുടെ അടക്കം ഈ മരിച്ച ഫസീലയുടെ അടക്കം വീട്ടിലേക്കുള്ള യാത്രയിലാണ് ലക്ഷ്മി. ശരി ലെവിൻ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അവിടെ നിന്നും തൃശൂർ ഇരിങ്ങാലക്കുടയിലാണ് ഭർത്തൃ വീട്ടിൽ ഗർഭിണി ജീവനൊടുക്കിയിരിക്കുന്നത്. വെള്ളാങ്ങല്ലൂർ സ്വദേശി ഫസീലയാണ് മരിച്ചത്. ഭർത്തൃ വീട്ടിലെ പീഡനമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് ആരോപണം. രണ്ടാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് വയറിൽ ചവിട്ടുകയും മറ്റ് ശാരീരിക ഉപദ്രവങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് അവർ അവരുടെ ഉമ്മയ്ക്ക് അയച്ച മെസ്സേജിൽ പറയുന്നത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.